ശ്രീ മാത്യു കുഴൽനാടൻ ചേരുന്നുണ്ട്. ശ്രീ മാത്യു, ഇവിടെ ഈ തൊഴിലിടത്തെ ഇത്തരത്തിലുള്ള സമ്മർദ്ദം കാരണം ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ കാലങ്ങളായി കേൾക്കുന്ന ഒരു കാര്യമാണ്. നിരവധി IT സെക്ടറിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് കൂടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുന്നു, ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുന്നു. പക്ഷേ ഇതുവരെ അതിൽ അന്വേഷണമൊന്നും നടന്നിട്ടില്ല. കമ്പനി അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നതിനപ്പുറത്തേക്ക്. പക്ഷേ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഇടപെടലുണ്ട്. കേന്ദ്രമന്ത്രി ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊരു നല്ല പ്രവണതയല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. എങ്ങനെയാണ് ഇതിനെതിരെ ഒരു പ്രതികരണമോ, ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇതിൽ മാറ്റമില്ല എന്ന് പറയുമ്പോൾ താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? വളരെ മനസ്സസ്വസ്ഥമാക്കുന്ന ഒരു വാർത്തയാണ് കേട്ടത്. കാരണം ഈ നിലയിൽ വർക്ക് ചെയ്യുന്ന പലരോടും അടുത്ത് പെരുമാറുക, അല്ലെങ്കിൽ അടുത്ത സൗഹൃദം ഉണ്ടാവുകയും അവരുമൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഇത് ഒരൊറ്റപ്പെട്ട സംഭവമായി ഞാൻ കാണുന്നില്ല. ഇപ്പം മരണം അങ്ങനെ വ്യാപകമായി നടക്കുന്നില്ലെങ്കിലും ഈ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ന്യൂജൻ കമ്പനികൾക്കിടയിൽ വർക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമ്മൾ ആര് വിചാരിക്കുന്നതിനേക്കാൾ നമ്മൾ കാണുമ്പോൾ ശരിയാണ്, ഒന്നല്ലെങ്കിൽ അവര് ടെക്നോ പാർക്കിൽ പോകുന്നു, അല്ലെങ്കിൽ IT ഫേമിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് ഫേമുകളിൽ വർക്ക് ചെയ്യുന്നു. കാലത്തെ നല്ല നിലയിൽ ഡ്രസ് ചെയ്ത് നന്നായി ഡ്രസ്സപ്പ് ചെയ്ത് പോകുന്നു. വണ്ടിയോ കാറോ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. മറ്റെല്ലാ സൗകര്യങ്ങളും ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അവരനുഭവിക്കുന്ന ഒരു മെന്റൽ സ്ട്രെസ് വളരെ ഹ്യൂജാണ് പലപ്പോഴും. അത് ടാർഗറ്റിന്റെ ലെവലിലാണെങ്കിലും പെർഫോമൻസിന്റെ ലെവലിലാണെങ്കിലും ഒക്കെ പലപ്പോഴും കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറം. കാരണം പലപ്പോഴും ഈ കമ്പനികളുടെ ലാഭത്തിന്റെ വലിയൊരു ബേസ് എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയുന്ന വർക്കിന്റെ ഒരു വോളിയം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പേ നമ്മൾ കേൾക്കുമ്പോൾ വലിയ നല്ല പേ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ അവരുടെ നല്ലൊരു യങ് ഏജില് അവരുടെ സർവ്വ ശേഷി ഊറ്റിയെടുത്തിട്ട് മേ ബി അതിന്റെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ മേ ബി ഒരു 40-45 ഒക്കെ ആകുമ്പോഴത്തേനും അവർ പിന്നെ മാർക്കറ്റിൽ അത്ര ഡിമാൻഡില്ല, അല്ലെങ്കിൽ അവരുടെ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത വർക്ക് സ്ട്രെസ് വരുന്നവരും അങ്ങനെയുണ്ട്. ജോലി നഷ്ടപ്പെടുകയോ പ്രൊഫൈല് താഴത്തേക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊരു ഒരു വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. നമ്മളിടയിൽ ഒരുപാട് ചെറുപ്പക്കാർ അനുഭവിക്കുന്ന വേദനയുടെ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ മരണത്തിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, നമുക്കറിയാം നേരത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം ഇതിലൊരു നീതി ലഭിക്കുക, ഈ മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീതി ലഭിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പം തൊഴിൽ മന്ത്രാലയം ഇതിൽ എത്രത്തോളം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്? പ്രത്യേകിച്ച് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികളാണെങ്കിലും ഇന്റർനാഷണൽ കമ്പനികളാണെങ്കിലും ഏത് തരത്തിലൊരു സ്റ്റഡി അവിടെ നടത്തേണ്ടതുണ്ട്? എത്രത്തോളം ശ്രദ്ധ അവിടെ കൊടുക്കേണ്ടതുണ്ട്? ഇതില് ഞാൻ അതിലേക്കാണ് വരാൻ പോയത്. കാരണം ഞാനൊരു ട്രേഡ് യൂണിയൻ കൾച്ചറിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. ബട്ട് സ്റ്റിൽ എന്നിരുന്നാൽ പോലും വർക്ക് സ്പേസില് ഏത് വർക്ക് സ്പേസ് ആണെങ്കിലും അവിടെ ജോലി ചെയ്യുന്നവരുടെ ഒരു മിനിമം അവകാശം ഈ തൊഴിൽ മന്ത്രാലയം അവരുടെ അവകാശങ്ങളും, അല്ലെങ്കിൽ അവർക്ക് ഒരു റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന, റൈറ്റ് ടു ഡീസന്റ് ലൈഫ് എന്ന് പറയുന്ന നിർവചനം സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഡീസന്റ് ആയിട്ട് വർക്ക് ചെയ്യാനും ഡീസന്റ് ആയിട്ട് ജോലി ചെയ്യാനും ഡീസന്റ് ആയിട്ട് ജീവിക്കാനും പറ്റുന്ന ഒരു എൻവയറമെന്റ് ഉറപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ജോലി ഒരാൾക്കൊരു കമ്പൽസറി ആണ്. അയാളുടെ സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ട് ജോലി ഒഴിവാക്കാൻ കഴിയാത്തതാണ് എന്നിരുന്നാൽ പോലും അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഏതറ്റം വരെയും ചൂഷണം ചെയ്യാം എന്നുള്ള ഒരു അവസരം ഇന്നിപ്പോ ഇവിടെ ഓപ്പണായി കിടക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് അതിനെ അഡ്രസ് ചെയ്യുന്ന ഒരു നിയമം നിലവിൽ നമുക്കില്ല. അതല്ലെങ്കിൽ തൊഴിൽ നിയമങ്ങൾ വളരെ ദുർബലമാണ്. വലിയൊരു പരിധി വരെ ഈ IT കമ്പനികളുടെയും ന്യൂജൻ കമ്പനികളുടെയും ഒക്കെ ഒരു ഫേവേർഡ് ഡെസ്റ്റിനേഷനായി ഇന്ത്യ മാറുന്നതും അതിന്റെ ഒരു റീസൺ അതാണ്. ഒന്ന്, പേ സ്കെയിൽ കമ്പയർഡ് ടു ഇന്റർനാഷണൽ കൺട്രി, അല്ലെങ്കിൽ മറ്റ് ഇന്റർനാഷണൽ വർക്ക് സ്പേസ് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഡോളേഴ്സ് നോക്കുമ്പോൾ കുറവാണ്. രണ്ട്, ഇതുപോലുള്ള കാര്യങ്ങളിൽ വളരെ ഒരു വീക്ക് വണറബിൾ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഇറ്റ്സ് എ ഫാക്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ചെറുപ്പക്കാർ അനുഭവിക്കുന്ന ഒരു മെന്റൽ സ്ട്രെസ്സിനെ നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കിയോ വേണ്ടത്ര ഗൗരവത്തിലെടുക്കാതെയോ ചെയ്യുന്നതിന്റെ ഒരു രക്തസാക്ഷിയായിട്ടാണ് ഈ മരണത്തെ ഞാൻ കാണുന്നത്. ശരി, നന്ദി ശ്രീ മാത്യു കുഴൽനാടൻ പ്രതികരിച്ചതിന്.